ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമുക്കറിയാം നമ്മുടെ ആനുവൽ എക്സാം നമ്മുടെ മുന്നിൽ വന്നെത്തി കഴിഞ്ഞല്ലേ. വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുള്ള സമയം ശരിയായ രീതിയിൽ അല്ലേ, നല്ല രീതിയിൽ മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അടിച്ചു പൊളിച്ച് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ 6th CBSE ചാനൽ നമ്മൾ വീഡിയോസും ലൈവ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കൂടെ നമ്മുടെ സൈലത്തെക്കുറിച്ചും ഇതുപോലെയുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, അവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫിസിക്സിൻ്റെ കേസിൽ ഈ ആനുവൽ എക്സാമിന് നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് 4 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ലെങ്ത് ആൻഡ് മോഷനെ കുറിച്ച് പഠിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ തെർമോമീറ്ററിനെ കുറിച്ച് പഠിക്കുന്ന അടിപൊളി അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാഗ്നറ്റിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ്? ബിയോണ്ട് എർത്ത് അല്ലെ, നമ്മൾ സ്റ്റാർ, സണ്ണ്, പ്ലാനറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ചാപ്റ്ററും. ഇത് കഴിഞ്ഞ് നമ്മൾ ആകമത്തോടുള്ള നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലേ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റാർ ഈസ് നിയറസ്റ്റ് ടു അസ് ആഫ്റ്റർ ദ സൺ? നമുക്കറിയാം സൺ ഈസ് എ സ്റ്റാർ അല്ലേ. നമ്മൾ എർത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. സണ്ണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത് ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് പ്രോക്സിമ സെന്ററി. ഇത് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ പ്ലാനറ്റ് ഡിഫർ ഫ്രം എ സ്റ്റാർ അല്ലേ. സ്റ്റാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സൺ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. അതുപോലെ തന്നെ പ്ലാനറ്റ്സ്, ഒരുപാട് പ്ലാനറ്റ്സ്, നമ്മുടെ എർത്ത് ഒരു പ്ലാനറ്റ് ആണ് അല്ലേ. അതുപോലെ മാർസ്, വീനസ്, ജൂപ്പിറ്റർ, അങ്ങനെ ഒരുപാട് അതർ പ്ലാനറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറും പ്ലാനറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. നോക്കിയടാ, പ്ലാനറ്റ്, സ്റ്റാർ. ഓക്കെ, പ്ലാനറ്റ് നോക്കിയടോ, ദ സെലസ്റ്റിയൽ ബോഡി വിച്ച് റിവോൾവ് അറൗണ്ട് ദ സൺ അല്ലെ. സണ്ണിന് ചുറ്റും എന്താണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആൻഡ് ഇൻ എ ഓർബിറ്റ് അല്ലെ, ഓർബിറ്റിലൂടെയാണ് അവർ റിവോൾവ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാർ എന്ന് പറഞ്ഞു നോക്കിയോ, വിച്ച് ക്യാൻ എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് കണ്ടിന്യൂസ്ലി അല്ലേ. അതുകൊണ്ടാണ് അവരിങ്ങനെ, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കാണാറല്ലേ. സണ്ണും രാത്രി നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആകാശത്തോട്ട് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാർസിന് ഇങ്ങനെ കാണാൻ പറ്റില്ല, ഇങ്ങനെ മിന്നി തിളങ്ങുന്നതായിട്ട് അല്ലേ. ബിക്കോസ് ദ എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, that's why they are blinking like that. Okay, next question, next point നോക്കിയോ, planets do not twinkle in the sky but stars twinkle in the sky. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് നോക്കിയോ, they do not have their own light. ശരിയാണ് അല്ലേ. but stars have their own light. Okay, നെക്സ്റ്റ് നോക്കിയോ, they revolve around the sun ബട്ട് സ്റ്റാർസ് അവരെന്താണ്? ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അവർ എന്ത് ചെയ്യുന്നത്? അവിടെ ഫിക്സ് ചെയ്ത് കിടക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതൊരു മേജർ ഡിഫറൻസ് ആണ് അല്ലേ. ഇത് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ്, പ്ലാനറ്റ്സ് ആർ സ്മോൾ ആസ് കമ്പയർഡ് ടു സ്റ്റാർസ് ബട്ട് സ്റ്റാർസ് ആർ ബിഗ്ഗർ ഇൻ സൈസ് അല്ലേ. സണ്ണൊക്കെ വളരെ ബിഗ്ഗറാണ് അല്ലേ. സൺ ഇസ് എ സ്റ്റാർ, എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. അത് എല്ലാവരും തെറ്റിക്കുന്ന കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കാര്യം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാച്ച് ദ ഫോളോയിങ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെയോ, സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന് സാറ്റലൈറ്റ് ആരാടാ? എല്ലാവർക്കും അറിയില്ല, ഏതാണ്? മൂണാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നോക്കിയോ, റെഡ് പ്ലാനറ്റ്. ഏതാ റെഡ് പ്ലാനറ്റ്? റെഡ് കളറിൽ കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ് മാർസ്. നെക്സ്റ്റ്, കോൺസ്റ്റലേഷൻ അല്ലേ. നമുക്കറിയാം അല്ലേ, നമ്മളെ സ്റ്റാർസ് കൂടി ചേർന്ന് പല 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 അല്ലേ, പല പല പാറ്റേണിൽ അവരിങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. അതിലുള്ള പെട്ട ഒരു പാറ്റേൺ ആണ് ഓറിയോൺ അല്ലേ. അപ്പം കോൺസ്റ്റലേഷൻ എന്നാണ് ആ ഫോമിങ് നമ്മൾ പറയുന്നത് അല്ലെ, ആ പാറ്റേൺ. ഓക്കെ, അപ്പോൾ അതാണ് ഓറിയോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലാനറ്റ് വിച്ച് ഇസ് കോമൺലി കാൾഡ് ആസ് ഈവനിങ് സ്റ്റാർ, ദാറ്റ് ഇസ് വീനസ്. സോ വി ഗോട്ട് ദി ആൻസർ. വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എല്ലാവരും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. സെറ്റാണല്ലോ, റെഡി. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ആൻസർ ഇതിൻ്റെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.